ഒരാൾക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവർ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നൊരു നിഗമനമാണ് താങ്കൾക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അസസ്മെൻറ്റിലേക്ക് എത്താൻ വരട്ടെ. അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഇയർ ബാലൻസ് കൊണ്ടുണ്ടാകുന്ന തലകറക്കം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തലകറക്കം മാത്രമാണോ, അതുകൊണ്ട് മാത്രം നമുക്കത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് പറയാം. മറ്റെന്തൊക്കെ അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കുള്ള തലകറക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ വെർട്ടിഗോ, തലകറക്കം നമ്മൾ വെർട്ടിഗോ എന്ന് പറയും. അപ്പോൾ ഒരു ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വയം കറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് അത് കറങ്ങുന്നതായിട്ടോ ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ തലകറക്കം, ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്നത്. ചിലർ അല്ലാതെ ഇപ്പോൾ കാഴ്ച മങ്ങുന്നതോ അല്ലെങ്കിൽ ബോധക്ഷയം വരാൻ പോലെ തോന്നുന്നതോ അതിനെയൊക്കെ തലകറക്കമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്ന ഇതാണ് ഒരാൾക്ക് സ്വയം കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ചുറ്റുപാടും കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇതാണ് ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമ്മൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വെർട്ടിഗോ, അതിൽ തന്നെ നമ്മൾ പൊസിഷണൽ വെർട്ടിഗോയിനെ പറ്റിയിട്ടായിരിക്കും ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പൊസിഷണൽ വെർട്ടിഗോ വരുന്നത് എങ്ങനെയാണ്? ഒരാൾ പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുക, അല്ലെങ്കിൽ ചാടി എണീക്കുക, അല്ലെങ്കിൽ ഇരുന്നിട്ട് എണീക്കുക, അതുപോലെ തല പെട്ടെന്ന് വെട്ടിത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇവർക്ക് തലചുറ്റൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ സ്വയം കറങ്ങുന്നതായിട്ട് തോന്നുക അല്ലെങ്കിൽ ചുറ്റുപാടും കറങ്ങുന്നതായിട്ട് തോന്നുക. തലയുടെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അവർക്ക് ആ ഒരു തലകറക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലകറക്കം. അതിൽ തന്നെ പൊസിഷണൽ വെർട്ടിഗോ, BPPV, അതായത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. ഈ പൊസിഷണൽ വെർട്ടിഗോ അല്ലാതെ നമ്മുടെ ഇയർ ബാലൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വേറെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്, നമ്മുടെ ഇയറിനകത്തുള്ള വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൻ്റെ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഉണ്ടാകുന്ന വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്, അതുപോലെ അക്വസ്റ്റിക് ന്യൂറോമ, മിനിയേഴ്സ് ഡിസീസ്. അപ്പോൾ ഇതൊക്കെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് തലകറക്കവും പ്രസൻറ്റേഷനായിട്ട് കാണാറുള്ള കണ്ടീഷൻസാണ്. നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ പറ്റിയിട്ടാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിനായിട്ടും കാഴ്ച, അതുപോലെ നമ്മുടെ പേശി നാഡീവ്യൂഹം, തലച്ചോറും കൂടെ ഉൾപ്പെടുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം, ദെൻ ഇന്നർ ഇയർ. നമ്മുടെ ചെവിക്ക് മെയിനായിട്ട് 3 പാർട്സാണ് പറയുന്നത്. ഏറ്റവും പുറമേ കാണുന്ന ഔട്ടർ ഇയർ, ദെൻ മധ്യഭാഗത്തായിട്ട് വരുന്ന മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ എന്ന് പറയും, ദെൻ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന ആന്തരിക കർണം അല്ലെങ്കിൽ ഇന്നർ ഇയർ. അപ്പോൾ ഈ ഇന്നർ ഇയർ ആണ് നമ്മുടെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഈ പൊസിഷണൽ വെർട്ടിഗോയുടെ സമയത്ത് ഇന്നർ ഇയറിനകത്ത് എന്താണ് സംഭവിക്കുന്നത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആ ഇന്നർ ഇയറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സെമി സർക്കുലർ കനാൽസ് കാണുന്ന ചെറിയ ട്യൂബ് പോലുള്ള പാർട്സ്, അത് 3 ഡയമെൻഷനിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് പ്ലെയിനിലോട്ടുമുള്ള നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് 3 ഡയമെൻഷനിലായിട്ടാണ് പ്രൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിനകത്തൂടെ ഒരു ദ്രാവകം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ ഭിത്തിയിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ തലയ്ക്ക് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിത്തിരിയുക, അതുപോലെ ചാടി എണീക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഈ ഭിത്തിയിൽ നിന്ന് വിട്ടുപോയിട്ട് ഈ ദ്രാവകത്തിലേക്ക് വന്ന് വീണ് ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പൊസിഷണൽ വെർട്ടിഗോ ഉണ്ടാകാനുള്ള കാരണം. മിക്കവാറും കേസുകളിൽ ഈ ഒരു തലകറക്കം 1 മിനിറ്റിൽ താഴെ മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സൈഡിലേക്ക് തല ചരിക്കുമ്പോൾ ആ തലകറക്കം ഉണ്ടാവുകയും ഒരു പ്രത്യേക സൈഡിലേക്ക് തല മാറ്റി പിടിക്കുമ്പോൾ ഈ തലകറക്കം മാറുന്നതായിട്ടും കാണാൻ പറ്റും. ചില കേസുകളിൽ ഇതിനോടൊപ്പം തന്നെ കണ്ണിന് കാഴ്ച മങ്ങുന്നതായിട്ട്, അതുപോലെ ചിലർ ഛർദ്ദിക്കാറുമുണ്ട്. അതുപോലെ ചില ആളുകളിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന തലകറക്കവും ഛർദിയും ഇത് ഈ പൊസിഷണൽ വെർട്ടിഗോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ്. ഈ ഒരു തലകറക്കത്തിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് തലയ്ക്കുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ട്രോമ, അതായത് തല ഇപ്പോൾ ശക്തിയായിട്ട് എവിടെയെങ്കിലും ചെന്നിടിക്കുക, അതുപോലെ ആക്സിഡൻറ്റിൻ്റെയൊക്കെ കേസിലൊക്കെ ഈ ഒരു തലകറക്കം ഉണ്ടാവാറുണ്ട്. തല എവിടെയെങ്കിലും ചെന്നിടിച്ചാലുണ്ടാകുന്ന തലകറക്കം, അതുപോലെ തന്നെ തല നമ്മൾ റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്നത്, പെട്ടെന്ന് ഇങ്ങനെ വെട്ടിത്തിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ അത് ഈ ഒരു തലകറക്കത്തിന് കാരണമാകാറുണ്ട്. ദെൻ ചെവിക്കുള്ളിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസും ഈ പൊസിഷണൽ വെർട്ടിഗോയ്ക്ക് കാരണമാകാറുണ്ട്. ഈ ഒരു പൊസിഷണൽ വെർട്ടിഗോയ്ക്ക് മിക്കവാറും കേസുകളിൽ ഒരു മെഡിസിനൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരികയില്ല. ചില കേസുകളിൽ മാത്രമാണ് മെഡിസിൻസും കൂടെ എടുക്കേണ്ടി വരുന്നത്. ചില എക്സസൈസുകൾ ഈ പൊസിഷണൽ വെർട്ടിഗോ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ ഒരെണ്ണം വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഒരു വിരൽ ഇങ്ങനെ കണ്ണിന് നേരെ പിടിച്ചിട്ട് നമ്മുടെ ദൃഷ്ടി ആ വിരലിലേക്ക് കേന്ദ്രീകരിക്കുക. കറക്റ്റ് ആ വിരലിലേക്ക് നോക്കിക്കൊണ്ട് തല നമ്മൾ
വശത്തേക്കും 2 വശങ്ങളിലേക്കും അതുപോലെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക. അപ്പോൾ നമ്മൾ കണ്ണ് കറക്റ്റായിട്ട് ദൃഷ്ടി കേന്ദ്രീകരിക്കേണ്ടത് ഈ വിരലിലേക്കായിരിക്കണം, മറ്റെങ്ങോട്ടേക്ക് നോക്കരുത്. ഈ വിരലിലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്ക് താഴേക്ക് അതുപോലെ സൈഡിലേക്കും തല ഇതുപോലെ മൂവ് ചെയ്യുക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും, നല്ല തലകറക്കമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. എന്നാലും പതിയെ പതിയെ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിത് നേരെ തിരിച്ചും ചെയ്യാവുന്നതാണ്. അതായത് തല നമ്മൾ അനക്കാതെ ഫിക്സ് ചെയ്തിട്ട് വിരൽ ഇതുപോലൊരു സൈഡുകളിലേക്കും മുകളിലേക്കും താഴേക്കും ആക്കുക. അപ്പോൾ നമ്മൾ ആ വിരലിലേക്ക് നോക്കുക, വിരലിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണ് മുകളിലേക്കും താഴേക്കും വിരലിനൊപ്പം ചലിപ്പിക്കുക, സൈഡുകളിലേക്കും വിരലിനൊപ്പം ചലിപ്പിക്കുക. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. മറ്റ് പല എക്സസൈസുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ തലകറക്കത്തിൻ്റെ കാരണം BPPV തന്നെ ആണോ എന്ന് ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അതല്ല മറ്റെന്തെങ്കിലും കോസാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതുപോലെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.